കേരളത്തിലെ ആരോഗ്യ മേഖലയെ തകർത്ത ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി തവനൂർ മണ്ഡലം കമ്മിറ്റി എടപ്പാളിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കോട്ടയത്തെ മെഡിക്കൽ കോളേജ് തകർന്നു വീണ് ബിന്ദു എന്ന യുവതി കൊല്ലപ്പെട്ട സംഭവം കേരളത്തിലെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലായതുകൊണ്ടാണെന്ന് ബിജെപി കുറ്റപ്പെടുത്തി. എല്ലാം ശരിയാക്കുന്നതിനു വേണ്ടി കേരളത്തിലെ ജനങ്ങൾ രണ്ടാമതും പിണറായി സർക്കാരിനെ അധികാരത്തിൽ കയറ്റി. എന്നാൽ എല്ലാ മേഖലകളിലും തികഞ്ഞ പരാജയമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ പദ്ധതികളും ഓരോ പ്രവർത്തനങ്ങളും എന്നുള്ളത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാക്കി. എല്ലാ മേഖലയിലും നമ്പർ 1 ഒന്നാണ് എന്ന് അവകാശപ്പെടുന്ന സമയത്ത് എല്ലാ മേഖലയിലും തികഞ്ഞ പരാജയമാണ് ഞങ്ങളെന്ന് സ്വയം സമ്മതിച്ചുകൊണ്ടുള്ള ഒരു സർക്കാരാണ് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു ജനങ്ങൾക്ക് നൽകിയത്? കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അവർക്കുള്ള ചികിത്സാ ചെലവിന് വേണ്ടി ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നപ്പോൾ ഒരു കുടുംബത്തിലെ ഒരാൾക്ക് വർഷത്തിൽ 5 ലക്ഷം രൂപ ലഭിക്കുന്ന ആയുഷ്മാൻ ഭാരത് എന്ന് വന്ന പദ്ധതി കൊണ്ടുവന്ന സമയത്ത് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്, ഇവിടെ എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബിജെപി തവനൂർ മണ്ഡലം പ്രസിഡന്റ് പി സുജീഷ്, PC നാരായണൻ, VT ജയപ്രകാശ്, റജി കാലടി, M നടരാജൻ, പ്രേമ മണികണ്ഠൻ, ഷിജില പ്രദീപ്, സതീശൻ കാലടി, പ്രജിത് കൗപ്ര തുടങ്ങി നിരവധി പേർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. NCV ന്യൂസ് തവനൂർ.